മാത്ത് മൈൻഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്പേഴ്സ് എന്ന് പറയുന്ന സെഷനിലെ അവസാനത്തെ ക്ലാസ്സാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും കണ്ടുവെന്നും മനസ്സിലായി എന്നും വിചാരിക്കുന്നു. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ സം ഓഫ് സ്ക്വയേഴ്സ് ആൻഡ് ക്യൂബ്സ്. ഒരു ഇക്വേഷനാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളുടെ സമ്മിൻ്റെ ഇക്വേഷനാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ. ഇതിൻ്റെ സം എന്ന് പറയുന്നതാണ് s ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എന്ത്? നമുക്ക് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഇക്വേഷൻ അറിയാം. എന്താ? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6 ആണെന്ന് അറിയാം. സോ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് എന്താ വരുന്നത്? 10 വരുന്നു. സോ ഇക്വേഷനിൽ എന്നിൻ്റെ സ്ഥാനത്ത് 10 കൊടുത്തിട്ട് ചെയ്യാം. സോ s ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6. നെക്സ്റ്റ് സ്റ്റെപ്പിൽ s ഈക്വൽ ടു 10 ഇൻറ്റു 10 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 10 plus 1/6. So s equal to 10 into 10 plus 1 is 11. Then ബ്രാക്കറ്റിനകത്തുള്ള 2 into 10 ചെയ്യുക. 2 into 10 is 20. Then 20 plus 1 is 21. So 10 into 11 into 21/6. നമുക്ക് ആൻസർ ലാസ്റ്റ് s equal to 385 എന്ന് കിട്ടുന്നു. So the sum of the squares of first 10 natural numbers is 385. Then what is the sum of the squares of the first 15 natural numbers? ഇതിൻ്റെ ആൻസർ കണ്ടെത്തിയിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക. വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 11 സ്ക്വയർ. നമുക്ക് ചോദ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇത് 11 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് ടേംസ് നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് ടൈം ആയ 11 തന്നെ എടുക്കാം. സോ n ഈക്വൽ ടു 11. ജസ്റ്റ് ഇനി ആ ഇക്വേഷനിൽ ഈ 11 എന്നിൻ്റെ സ്ഥാനത്ത് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. സോ s ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6. ദാറ്റ് ഈസ് s ഈക്വൽ ടു 11 ഇൻറ്റു 11 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 11 പ്ലസ് 1/6. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് s ഈക്വൽ ടു 11 ഇൻറ്റു 12 ഇൻറ്റു 23/6 എന്ന് കിട്ടുന്നു. ലാസ്റ്റ് നമുക്ക് സമ്മ് 506 എന്ന് കിട്ടുന്നു. സോ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 11 സ്ക്വയർ എന്ന് പറയുന്നത് 506 ആണ്. കൺഫ്യൂസിങ് ആയിട്ടുള്ള മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് 1 പ്ലസ് 4 പ്ലസ് 9 പ്ലസ് എക്സെട്ര പ്ലസ് 64. നമ്മളിത് നോക്കുമ്പോൾ ഇത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മും അല്ല, ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മും അല്ല, ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മും അല്ല, ഹോൾ നമ്പേഴ്സിൻ്റെ സമ്മും അല്ല ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. 1 എന്ന് പറയുന്നത് 1ൻ്റെ സ്ക്വയർ, 4 എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയർ, 9 എന്ന് പറയുന്നത് 3ൻ്റെ സ്ക്വയർ, അങ്ങനെ പോയി 8ൻ്റെ സ്ക്വയറാണ് 64. സോ ഇത് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 8 ആണ് മറ്റൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി ദിസ് ഈസ് എ സീരീസ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 8 ആണെന്ന്. സോ നമുക്കതിനെ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 8 സ്ക്വയർ എന്ന് എഴുതാം. സോ നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം s ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6 ആണെന്നുള്ളത്. ഇവിടെ n എത്രയായിരിക്കും? 8 ആയിരിക്കും. എത്ര വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? 8 വരെയുള്ളത്. സോ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. അപ്പോൾ ഇനി ജസ്റ്റ് എന്നിൻ്റെ സ്ഥാനത്ത് ആ 8 അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ s ഈക്വൽ ടു 8 ഇൻറ്റു 8 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 8 പ്ലസ് 1/6. നമുക്ക് അവസാനം സോൾവ് ചെയ്യുമ്പോൾ ആൻസർ 204 എന്ന് കിട്ടുന്നു. ക്യൂബുകളുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും സം ഓഫ് ക്യൂബ്സ് ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് ദാറ്റ് ഈസ് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ക്യൂബ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ s ഈക്വൽ ടു നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ ഇക്വേഷൻ പഠിച്ചില്ലേ n ഇൻറ്റു n പ്ലസ് 1/2 എന്ന്, അതിൻ്റെ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് s ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ.
നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. സോ നമുക്ക് ഇക്വേഷൻ അറിയാം, n ഇൻറ്റു n+1/2 ദ ഹോൾ സ്ക്വയർ. n നമുക്കറിയാം, ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ n എന്ന് പറയുന്നത് 10 ആയിരിക്കും. സോ s=10 ഇൻറ്റു 10+1/2 ദ ഹോൾ സ്ക്വയർ. ബ്രാക്കറ്റിനകത്തുള്ള കാര്യങ്ങളെല്ലാം ആദ്യം സോൾവ് ചെയ്യുക. നമുക്ക് ബ്രാക്കറ്റിനുള്ളിൽ 55 എന്ന ആൻസർ വരുന്നു. സോ 55 നിർത്തരുത്, നമുക്ക് അവസാനം ഹോൾ സ്ക്വയർ എടുക്കാനുണ്ട്. സോ ദ സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 55ൻ്റെ സ്ക്വയറായ 3025 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. ഇത് നിങ്ങളൊന്ന് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. മറ്റൊരു ടൈപ്പ് ചോദ്യമാണിത്. നിങ്ങൾ സ്ക്വയേഴ്സും ക്യൂബ്സും ഒരു 10 വരെയുള്ളതെങ്കിലും കാണാതെ പഠിച്ചു വയ്ക്കുക. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 + 8 + 27 + എക്സെട്ര + 512. ക്യൂബ്സ് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബ്സിൻ്റെ സമ്മാണ് എഴുതിയിരിക്കുന്നത്. 512 എന്ന് പറയുന്നത് 8ൻ്റെ ക്യൂബാണ്. സോ 1 ക്യൂബ് + 2 ക്യൂബ് + 3 ക്യൂബ് + എക്സെട്ര + 8 ക്യൂബ് എന്ന സീരീസാണിത്. ഇനി എളുപ്പമാണ്, നമുക്ക് ജസ്റ്റ് ആ ഇക്വേഷനിലേക്ക് n-ൻ്റെ സ്ഥാനത്ത് 8 അപ്ലൈ ചെയ്ത് കൊടുക്കുക. s=8 ഇൻറ്റു 8+1/2 ദ ഹോൾ സ്ക്വയർ. നമുക്ക് സോൾവ് ചെയ്ത് അവസാനം 36ൻ്റെ സ്ക്വയർ എന്ന് വരുന്നു. ദാറ്റ് ഈസ് 1296. നമ്മുടെ നമ്പേഴ്സ് എന്ന സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്പേഴ്സിൻ്റെ 5 വീഡിയോസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.